നമസ്കാരം. കർണാടകയിൽ പ്രവർത്തകരുടെ മഹാസമ്മേളനം വിളിച്ചുകൂട്ടി കോൺഗ്രസ്. കർണാടകയിലെ മാംഗ്ലൂരുവിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ മഹാസംഗമം വലിയ രീതിയിലുള്ള ശക്തിപ്രകടനമാക്കി മാറ്റി കോൺഗ്രസ്. മല്ലികാർജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്ത മഹാസമ്മേളനത്തോടുകൂടി കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഇതിനോടകം തന്നെ കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിരിക്കുന്ന കോൺഗ്രസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി ദേശീയ നേതൃത്വത്തിന് കൈമാറും. DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ജനകീയ അടിത്തറയുള്ള നേതാക്കളെ കണ്ടെത്തി മത്സരിപ്പിക്കാനാണ് DK ശിവകുമാറിൻ്റെ ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് കർണാടകയിൽ 20-ലധികം സീറ്റുകൾ നേടാൻ ലക്ഷ്യമിടുന്ന DK ശിവകുമാറിന് സ്ഥാനാർത്ഥി നിർണയം പരിപൂർണ സമാപ്തിയിലേക്ക് എത്തുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടുകൂടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കരുത്ത് വീണ്ടെടുക്കുകയാണ് കോൺഗ്രസ്. സംസ്ഥാനത്തെ 28 ലോക്സഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ MLA-മാർക്കും മന്ത്രിമാർക്കും ചുമതല നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ വേഗത്തിലാക്കുകയാണ് DK ശിവകുമാർ കർണാടകയിൽ. 28 ലോക്സഭാ മണ്ഡലങ്ങളിലും നിരവധി ഏജൻസികളെ വെച്ച് ജനകീയ അടിത്തറയുള്ള നേതാക്കളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള സർവേകൾ പുരോഗമിക്കുകയാണ് കർണാടകയിൽ. അടുത്ത ദിവസം തന്നെ സർവേ ഏജൻസികളെല്ലാം സർവേ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് DK ശിവകുമാറിന് കൈമാറുന്നതോടുകൂടി സ്ഥാനാർത്ഥി നിർണയ ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും അതിൽ നിന്നും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിക്കൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കൈമാറുന്നതോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൃത്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ തയ്യാറാക്കി പ്രചാരണ വേളയിലേക്ക് കടക്കുകയാണ് DK ശിവകുമാർ.